സത്യവിശ്വാസിയുടെ മനസ്സ് നന്നായിരിക്കും, നല്ല മനസ്സായിരിക്കും. നല്ല മനസ്സുകൊണ്ട് നല്ലതേ ചിന്തിക്കാൻ കഴിയൂ. ചീത്ത മനസ്സുകളാണ് വളഞ്ഞ രൂപത്തിൽ ചിന്തിക്കുക, ചീത്ത മനസ്സുകളാണ് മോശപ്പെട്ട രൂപത്തിൽ ചിന്തിക്കുക. നല്ല ആളുകൾ നന്മ കാണും, നല്ലതിനെ പ്രോത്സാഹിപ്പിക്കും, നല്ലതേ അവർ വിചാരിക്കൂ, നല്ലതേ അവർ വിചാരിക്കുകയുള്ളൂ. നല്ല മനസ്സിന്റെ ലക്ഷണമാണ്. മനസ്സ് മോശമാകുമ്പോൾ നമ്മുടെ ആത്മീയതയ്ക്ക് വളവ് വരുമ്പോൾ എല്ലാം വളഞ്ഞ രൂപത്തിൽ കാണും. നമ്മുടെ കണ്ണിനിക്ക് രോഗം വരുമ്പോൾ എല്ലാം മഞ്ഞയായി തോന്നും. അത് മഞ്ഞയായത് കൊണ്ടല്ല, നമ്മളെ കൽബ് മോശമായതുകൊണ്ട് നമുക്കങ്ങനെ തോന്നുകയാണ്. അതുകൊണ്ട് ഒരാളെ സംബന്ധിച്ചും മോശമായ ധാരണയുണ്ടാവരുത്. അത് ശരിയായ രൂപത്തിൽ വ്യാഖ്യാനിച്ച് ചിന്തിക്കാൻ തയ്യാറാവണം. 2 മണിക്ക് ഫോൺ വരുമ്പോൾ എന്തൊരു നല്ല പെണ്ണ്, അവളും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലാണ്. ഉറക്കം വരാതെ ഭർത്താവിന് ഫോൺ ചെയ്തുകൊണ്ട് ഭർത്താവുമായുള്ള സംഭാഷണത്തിലായിരിക്കും എന്ന് നല്ല നിലക്ക് ചിന്തിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവണമെങ്കിൽ അവനവന്റെ മനസ്സ് നന്നാവണം. വളഞ്ഞ ആളുകൾ ചിന്തിക്കുന്നത് എവിടെയോ ബന്ധങ്ങളുണ്ട്, കുഴപ്പങ്ങളുണ്ട്, അത് കണ്ടുപിടിച്ചേ അടങ്ങൂ. ഇവന്റെ കളി കണ്ടാ തോന്നും പടച്ചോൻ ഓനാണ്, ഓനല്ലേ ജനങ്ങളെ തെറ്റ് കണ്ടുപിടിക്കുന്ന ആള്. അല്ലാഹു തആല അവനെയാണ് ജനങ്ങളെ പോരായ്മകളും തെറ്റുകളും കണ്ടുപിടിച്ച് ഹിസാബ് നടത്താൻ, ശിക്ഷിക്കാൻ പടച്ചവൻ അവനെ ഏൽപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ അവൻ തന്നെ റബ്ബായതുപോലെ മറ്റുള്ളവരുടെ പോരായ്മകൾ മാത്രം തെരഞ്ഞു നടക്കുന്നവന് സൂഉല്ലന് ജനങ്ങളെ പറ്റി മോശമായ ധാരണ വെച്ച് പുലർത്തരുത്. സജ്ജന നിന്ന കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ. സജ്ജനത്തിനു നിന്നയില്ല ദുർജനത്തെയും മത്തേബൻ പാംസു സ്നാനം കൊണ്ടേ സന്തോഷിപ്പൂ. നിത്യവും സ്വച്ഛ ജലം തന്നിലേ കുളിച്ചാലും. ഒരു പഴയ കവിതയാണത്. സജ്ജന നിന്ന കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ. സജ്ജന നിന്ന കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ. സജ്ജനത്തിന് നിന്നയില്ല ദുർജനത്തോടും. അത്ര നല്ല കവിത. സജ്ജനങ്ങളെ നിന്ദിച്ചുകൊണ്ട് അവരെ നിസാരപ്പെടുത്തിയെങ്കിലേ ദുഷിച്ച ആളുകൾക്ക് മനസ്സിന് സമാധാനമുണ്ടാവും. അവരാത്മീയത അതാണ്. നല്ല നല്ല മനുഷ്യന്മാരെ അവരുടെ പ്രവർത്തനങ്ങളെ മോശമായി ചിത്രീകരിച്ച് ഒരു നന്മ അയാളെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റൊരു തിന്മ കണ്ടെത്തിയിട്ട് അയാളെ ചെറുതാക്കാൻ നോക്കുന്നു. ഒരാൾ പറയുന്നു അയാൾ കൃത്യമായി ജമാഅത്തിന് വരുന്ന ആളാണ്, നല്ല മനുഷ്യനാണ്. അപ്പൊ പറയും ജമാഅത്തിന് പോയിട്ട് എന്താ കാര്യം, ഓന്റെ പണിയെങ്ങാനും കണ്ടാൽ, ഓന്റെ സ്വഭാവം കേട്ടാൽ തിരിച്ച് ദുർജനങ്ങളുടെ സ്വഭാവം, ദുഷിച്ച മനസ്സുള്ള ആത്മീയത നഷ്ടപ്പെട്ട ആളുകളുടെ ലക്ഷണമാണത്. സജ്ജന നിന്ന കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ. നല്ല മനുഷ്യരെ പോലും മോശമായി മനസ്സിലാക്കുക. സൂഉല്ലന് മോശപ്പെട്ട ധാരണകൾ, എന്തെങ്കിലും അല്ലറ ചില്ലറ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രം പൊക്കിപ്പിടിച്ച് വലുതാക്കുക, നന്മകളൊക്കെ മറക്കുക. അല്പസ്വല്പം തിന്മയുണ്ടെങ്കിൽ അത് പൊക്കി കാണിച്ച് അയ്പ് ചെയ്യുക. ഇത് സജ്ജനങ്ങൾക്ക് പറഞ്ഞതല്ല, അത് ദുർജനങ്ങളുടെ സ്വഭാവമാണ്. സജ്ജനങ്ങൾക്ക് ദുർജനങ്ങളെ പോലും വിഷമിപ്പിക്കാനാവില്ല. സജ്ജനങ്ങൾക്ക് നിന്നയില്ല ദുർജനങ്ങളോട്. മോശപ്പെട്ട ആളുകളാണെങ്കിൽ പോലും നല്ല മനുഷ്യരാണെങ്കിൽ എന്താ വിചാരിക്കുക, നേരായ രൂപത്തിൽ ചിത്രീകരിക്കും. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് റഈസുൽ മുഹഖ്ഖിഖീൻ മൗലാനാ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ പറഞ്ഞിരുന്നു പോലും മനുഷ്യന്മാര് നുണ പറയോ. എന്തോ ഒരു സംഭാഷണം മധ്യേ പറഞ്ഞു, അതവൻ നുണ പറയാണ്. മനുഷ്യന്മാര് നുണ പറയോ? എന്താ കാരണം? അദ്ദേഹത്തിന്റെ മനസ്സ് അത്രയും വിശുദ്ധമാണ്. കളവെന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം നോക്കുമ്പോൾ മറ്റുള്ളവരും അങ്ങനെ തന്നെയാണ്, കളവ് പറയാത്തവരാണ്. മനുഷ്യര് കളവ് പറയുമോ എന്ന് ചോദിച്ചു കണ്ണിയത്ത് ഉസ്താദ്. എന്നാണ് അദ്ദേഹത്തിന്റെ വിശുദ്ധ മനസ്സാണത്. വിശുദ്ധമായ മനസ്സിന്റെ ലക്ഷണമാണ്. സജ്ജനങ്ങൾക്ക് നിന്നയില്ല ദുർജനത്തെയും മത്തേബൻ പാംസു സ്നാനം കൊണ്ടേ സന്തോഷിപ്പൂ. നിത്യവും സ്വച്ഛ ജനം തന്നിലേ കുളിച്ചാലും. ആനയെ കൊണ്ടുപോയി നല്ല ശുദ്ധജലത്തിൽ പുഴയിൽ കിടത്തി ഒരച്ച് കുളിപ്പിച്ചാലും ആനക്ക് റാഹത്താവണമെങ്കിൽ പുറത്തു വന്നിട്ട് പാംസു സ്നാനം കൊണ്ടേ അവൻ സന്തോഷിപ്പിക്കുകയുള്ളൂ. അല്പം മണ്ണെടുത്തുകൊണ്ട് തുമ്പിക്കൈ കൊണ്ട് മണ്ണ് സ്പ്രേ ചെയ്യാണ് ശരീരത്തിലേക്ക്, മണ്ണൊന്ന് വാരിയിടും. എങ്ങനെ കുളിപ്പിച്ച് കരയിലേക്ക് കയറ്റിയാലും മണ്ണെടുത്തൊന്ന് വീശും. അപ്പോഴേ ആനക്ക് സന്തോഷമുള്ളൂ, കുളി റാഹത്താവുള്ളൂ. നല്ല ശുദ്ധജലത്തിൽ കുളിപ്പിച്ചിട്ട് കാര്യമല്ല. അപ്പൊ മോശപ്പെട്ട മനസ്സുള്ള ആളുകൾക്ക് നല്ലത് എത്ര കണ്ടാലും കാര്യമില്ല, ഒരു മണ്ണോട് സ്പ്രേ അങ്ങനെയൊക്കെയാണെങ്കിൽ മൂപ്പർക്ക് ഇങ്ങനെ തരാറുണ്ട്. ഓക്കെ, നിങ്ങൾ എത്ര നല്ല കവിതയാണത്. പാംസു സ്നാനം കൊണ്ട് മത്തേബൻ സന്തോഷിപ്പൂ. നിത്യവും സ്വച്ഛതലം ജലം തന്നിലേ കുളിച്ചാലും.
എന്ന് പറഞ്ഞതുപോലെ സർവ്വ നന്മകളെയും തിന്മയായി കാണുന്ന, നല്ല മനുഷ്യരെ അയ്ബാക്കുന്ന, നന്മകൾ കാണാത്ത മനുഷ്യരെ പറ്റി മോശപ്പെട്ട ധാരണ മിക്ക ആളുകൾക്കും അതുണ്ടാകും. അതുകൊണ്ട് ഒരാളെ പറ്റി മോശമായി വിചാരിക്കരുത്. ഇന്ന ബഅലല്ലാഹി ഇസ്മുൻ, ആളുകളെ പറ്റി മോശമായി ധരിക്കൽ പോലും കുറ്റമാണ്. ഖുർആൻ പറയുന്നതാണത്. ഗുജറാത്ത് സൂറത്തിൽ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, ഈ 3 കാര്യങ്ങളിൽ ആരും ഒഴിവല്ല. അത് ഒന്ന് തന്നെയാണ്, മറ്റുള്ളവരെ പറ്റി ഒരിക്കലും മോശമായി വിചാരിക്കരുത്, നന്മ വിചാരിക്കണം. ഈയിടക്കൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയ കഥ വായിച്ചു. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി. ഗൾഫിൽ നിന്ന് വന്ന ഭർത്താവിന്റെ പേജിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ, ഒരു 17-കാരിയുടെ ഫോട്ടോ കണ്ടതോടുകൂടി ഭാര്യ പേസ് അങ്ങനെ തന്നെ അവിടെ വെച്ചു. ഗൾഫിൽ നിന്ന് വളരെ പ്രതീക്ഷയോടുകൂടെ വന്ന ഭർത്താവിനെ സന്തോഷിപ്പിക്കാനോ അയാളോട് സംസാരിക്കാനോ അയാളുടെ കൂടെ കിടക്കാനോ ഒന്നും ഭാര്യ തയ്യാറല്ല. അവൾ പറയുന്നു, എനിക്ക് തലവേദന, എനിക്ക് അസുഖം, എനിക്കൊരു സമാധാനമില്ല, എനിക്ക് ബേജാറ്, വെപ്രാളം. ഡോക്ടറെ കാണണോ? വേണ്ട. വൈദ്യരെ കാണണോ? വേണ്ട. പിന്നെന്താ? എനിക്ക് സുഖമില്ല. ഇങ്ങനെ കളിച്ചു, വല്ലാത്തൊരു കളി. ഭർത്താവിന് പിടികിട്ടുന്നില്ല. അവസാനം ദിവസങ്ങൾ കഴിഞ്ഞു. ഗൾഫിൽ നിന്ന് പ്രതീക്ഷയോടുകൂടെ വന്ന ഭർത്താവ് ഭാര്യയുടെ സ്വഭാവ ദൂഷ്യം കണ്ടപ്പോ, മാറ്റം കണ്ടപ്പോ വല്ലാതെ സംശയിച്ചു പോയി. ഇവൾക്ക് എന്തു പറ്റി? എന്തൊരു സ്നേഹനിധിയായ ഭാര്യയായിരുന്നു ഇവളെന്താണ് ഇങ്ങനെ? എന്നോട് സംസാരിക്കാൻ പോലും തയ്യാറല്ല. അവൾക്ക് എപ്പോഴും അസുഖം തന്നെയാണ്. അവസാനം കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങളെ പേസിൽ ഞാനൊരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ പേസിൽ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ അതിസുന്ദരിയുടെ ഫോട്ടോ കണ്ടതോടുകൂടി എനിക്കൊരു സമാധാനവുമില്ല. ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് പൊട്ടി കരയുകയാണ്. പുതിയാപ്പള പൊട്ടി ചിരിച്ചുപോയി. എന്താ കാരണം എന്നറിയോ? മൂപ്പര് അഞ്ജനിക്കൊരു പെണ്ണ് വേണം. അപ്പൊ ആ അഞ്ജനിക്കൊരു പെണ്ണ് അന്വേഷണമൊക്കെ നടന്നു. അപ്പൊ ആ കുട്ടിന്റെ വാപ്പ ഒരു ഫോട്ടോ കൊടുത്തയച്ചു ഏട്ടന്റെ അടുത്ത്. ഇതാണ് അഞ്ജന കെട്ടാൻ പോണ പെണ്ണ്. അപ്പൊ അനുജനിക്കൊരു പെണ്ണ് കാണുന്ന തിരക്കിൽ അനുജന്റെ ഭാര്യന്റെ ഫോട്ടോ ആ കുട്ടിന്റെ വാപ്പ കൊടുത്താ അത് പേസ് കണ്ടതിനാണ് ഇവർക്ക് തലവേദനയും കയ്യും കാലും കുഴച്ചിലൊക്കെ. നിങ്ങൾ ആ ഭർത്താവിനെ പറ്റി അങ്ങനെ ഒന്ന് കാണുമ്പോഴേക്കും യാഥാർത്ഥ്യം എന്താന്ന് മനസ്സിലാക്കണ്ടേ? പലപ്പോഴും യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ഒക്കെ മോശമായി ചിന്തിക്കുന്ന, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന അവസ്ഥകൾ ഒരിക്കലും സത്യവിശ്വാസിക്കുണ്ടാവരുത്. ഒക്കെ നേരായ രൂപത്തിൽ, ഖൈറായ രൂപത്തിൽ ചിന്തിക്കണം. നല്ല മനസ്സിന്റെ, നല്ല ആത്മാവിന്റെ ലക്ഷണം എല്ലാം നല്ല നിലയ്ക്ക് അവർക്ക് കാണാനാകൂ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. രണ്ടാമത്തേത് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, അൽ ഹസദു, ഹസദാണ്, അസൂയയാണ്. അതല്പം വിശദീകരിക്കാനുള്ളത് കൊണ്ട് മൂന്നാമത്തെ ഞാൻ പറയുന്നു, ലക്ഷണക്കേട് നോക്കലാണ്. ലക്ഷണക്കേട് നോക്കുക, എല്ലാത്തിനും ലക്ഷണക്കേട്. എവിടെയാ ലക്ഷണക്കേടുള്ളത്? നമ്മുടെ പ്രവൃത്തിയിലാണ്. അത് നമ്മൾ അംഗീകരിക്കൂല ഒരിക്കലും. കച്ചവടമൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല, കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചു പോയി, കുട്ടികൾക്ക് രോഗം സംഭവിക്കുന്നു, ഭാര്യക്ക് മുട്ടുവേദന തുടങ്ങി. പിന്നെ എങ്ങനെ ആലോചിക്കുക, എപ്പോഴേ മുട്ടുവേദന തുടങ്ങിയത്? പെരേക്കൂടൽ കഴിഞ്ഞതിന്റെ ശേഷം, വീട്ടുകൂടൽ കഴിഞ്ഞതിന്റെ ശേഷം. അതുവരെ ഒരു കുഴപ്പമില്ല, ഭാര്യക്കില്ലായിരുന്നു, നല്ല ആരോഗ്യവതിയായിരുന്നു. ഇപ്പൊ പെരേക്കൂടൽ കഴിഞ്ഞു, അതിന്റെ ശേഷമാണ് മുട്ടുവേദന തുടങ്ങിയത്. ചെറിയ കുട്ടിക്കാണെങ്കിൽ ഇടക്കിടക്ക് പനിച്ചുകൊണ്ടിരിക്കുന്നു. കച്ചവടമാണെങ്കിൽ പഴയ രൂപത്തിൽ മുന്നോട്ട് പോകുന്നില്ല. വീട് തുടങ്ങിയതിന്റെ ശേഷം ശൈത്താൻ തോന്നിപ്പിക്കുന്നു വീട് വെക്കണം. വീട് ഉണ്ടാക്കിയതിന്റെ ശേഷമാണ്, വീട്ടുകൂടൽ കഴിഞ്ഞതിന്റെ ശേഷമാണ്. പിന്നെ ഓട്ടമാണ് ജ്യോത്സ്യന്മാരെ തേടി, ഭാവി പ്രവചിക്കുന്ന ആളുകളെ തേടി, മറഞ്ഞ കാര്യം പറയുന്ന ആളുകളെ തേടി പോകുന്നു. അവര് വന്നു നോക്കുമ്പോൾ എന്തെങ്കിലും പറയാഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കിട്ടുമോ? കാര്യമായിട്ട് എന്തെങ്കിലും പറയണ്ടേ? ഉടൻ അവർ പറയും, ഫ്രണ്ടിലെ ഡോർ സ്ഥാനം മാറിയിട്ടുണ്ട്, ആ ഡോർ അവിടുന്ന് വെട്ടിയെടുത്ത് ഇന്ന ഭാഗത്തേക്ക് മാറ്റണം, ബാത്റൂം ആ സ്ഥലത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റണം, ഫ്രണ്ടിലെ മതിൽ പൊളിക്കണം, അവിടെ കുറച്ചും കൂടി ഇങ്ങോട്ട് വളച്ചു കെട്ടണം. ഒരു 1.5 ലക്ഷം റുപ്യേന്റെ പണിയും അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ല വിവരമുള്ള ആളാട്ടോ. പൈസ കൂടണം. ഒരു 1.5-2 ലക്ഷം റുപ്യേന്റെ പണി ഇയാൾ പറയണം. സത്യത്തിൽ എന്താണ്? ഇവൻ ഈ പെരപ്പണിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പലിശക്ക് പണം വാങ്ങിയിട്ടുണ്ട്, ബ്ലേഡുകാരോട് പണം വാങ്ങിയിട്ടുണ്ട്, നിസ്കാരം കല ആക്കിയിട്ടുണ്ട്, പലരെയും വെറുപ്പിച്ചിട്ടുണ്ട്. ഈ കാരണമായിട്ട് അവൻ അല്ലാഹ് പരീക്ഷണങ്ങൾ കൊടുത്തതാണ്. രോഗങ്ങളായി, കഷ്ടപ്പാടുകളായി, പെരപ്പണിയുടെ തിരക്കുകൊണ്ട് കച്ചവടം വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അത് ലേശം ഡൗണായി. ഈ അവന്റെ പോരായ്മകളെല്ലാം മറച്ചു വെച്ച് എന്റെ പ്രവൃത്തി ദൂഷ്യമാണ്, എനിക്ക് അപകടമുണ്ടായത്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്,
കരയിലും കടലിലും കുഴപ്പമുണ്ടാകുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ മോശമാണ്. എന്റെ അമല് കുറഞ്ഞുപോയി, എന്റെ ജമാഅത്ത് മുടങ്ങിപ്പോയി, ഒരുപാട് പലിശയുമായി ബന്ധപ്പെട്ടു, അതുപോലെ കിട്ടാവുന്ന ബ്ലേഡിന്റെ പണമെല്ലാം വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടുള്ള പരീക്ഷണമാണ്, എന്റെ പോരായ്മയാണെന്ന് ചിന്തിക്കേണ്ടതിന് പകരം ഒന്നും അറിയാത്ത കല്ലിനെയും മതിലിനെയും വാതിൽക്കട്ടിലിനെയും പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു മനുഷ്യൻ. ലക്ഷണക്കേട് നോക്കൽ. അധിക മനുഷ്യരും അതിൽ നിന്ന് ഒഴിവല്ല. നബിയുനാ റസൂലുള്ളാഹി ചില ആളുകൾക്കൊന്നൊരു നല്ല വഴിക്ക് പോകുമ്പോൾ അയൽവാസിയെ കണ്ടു, ഓളെ കണ്ടാല് ഇന്ന് ആ യാത്ര ശരിയാവില്ല, ചിലപ്പോ തിരിച്ചു പോരുന്നോലും. ഒരു മനുഷ്യനെ കണ്ടേ, അല്ലെങ്കിൽ ഒരു പൂച്ച ഇടയിലൂടെ ഓടിപ്പോയി, അല്ലെങ്കിൽ ഒരു പാമ്പ് ചേര പോയി, അപ്പൊ പറയുന്ന ഗുരുത്വം കിട്ടൂല. ഇത് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചല്ല. നബി തങ്ങൾ എന്ത് പറയുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലക്ഷണക്കേടെന്ന് പറയുന്ന സംഗതിയില്ല. നിങ്ങളൊരു വഴിയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ലക്ഷണക്കേടായി തോന്നുന്ന ഒരു കാര്യം, ചിലപ്പോൾ വഴി മടങ്ങുക, പേസ് എടുക്കാൻ മറന്നുപോയി, മൊബൈൽ എടുക്കാൻ മറന്നുപോയി, എന്നാൽ തിരിച്ചു വന്നിട്ട് അത് എടുത്തു കൊണ്ടുപോയാൽ ഇനി ഇന്ന് ഗുരുത്വം പിടിക്കൂല, എല്ലാം തകർന്നു തരിപ്പണമാക്കി നശിപ്പിച്ചു. തിരിച്ചു മടങ്ങി വന്ന